നമുക്ക് വേദനിക്കുമ്പോൾ ദൈവം എവിടെയാണ്? ഫിലിപ്പ് യാൻസി വേർ ഈസ് ഗോഡ് വെൻ ഇറ്റ് ഹർട്ട്സ് എന്ന പുസ്തകത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ബോബ് ഗ്രോസ് എന്ന ഒരു ബാസ്കറ്റ് ബോൾ താരത്തിൻ്റെ കണങ്കാലിൽ കാര്യമായ പരിക്ക് പറ്റി. പ്രഗത്ഭനായ ഈ താരത്തിൻ്റെ സഹായം ഒരു സുപ്രധാന കളിക്ക് ആവശ്യമായിരുന്നു. തനിക്ക് വേദന തോന്നാതിരിക്കുവാൻ മാർക്കെയിൻ എന്ന വേദനയ്ക്കുള്ള മരുന്ന് തൻ്റെ കാലിൽ 3 ഇടത്ത് ടീം ഡോക്ടർ കുത്തിവെച്ചു. വേദനയില്ലാതെ ബോബ് ഗ്രോസ് കളിക്കുവാനിറങ്ങി. ശക്തമായി കളിച്ചു മുന്നേറുമ്പോൾ ബോബിൻ്റെ ശരീരഭാഷയ്ക്ക് മാറ്റം വരുവാൻ തുടങ്ങി. വേദനയില്ലെങ്കിലും തൻ്റെ കാൽ നുറുങ്ങി പൊട്ടുവാൻ തുടങ്ങി. അടുത്ത നിമിഷം എല്ലാവരും കണ്ടത് താഴെ തകർന്ന് വീണ് കിടക്കുന്ന ബോബിനെയാണ്. തനിക്ക് വേദന തോന്നിയില്ല എന്നത് ഒരു സത്യമാണ്. എന്നാൽ തൻ്റെ കാലുകളിലെ പരിക്ക് ഗണ്യമാക്കാതെ കളിച്ചപ്പോൾ അത് കൂടുതൽ മോശമായി തൻ്റെ കാലിനെ തന്നെ തകർത്ത് കളഞ്ഞു. ആ സംഭവത്താൽ തനിക്ക് ഇനി മേലിൽ കളിക്കുവാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ കാൽ തകർന്നു. ബോബിന് അന്ന് എന്നേക്കുമായി നഷ്ടമായത് തൻ്റെ ബാസ്കറ്റ് ബോൾ എന്ന സ്വപ്നവും അതിലുള്ള തൻ്റെ മുൻപന്തിയിലുള്ള സ്ഥാനവുമായിരുന്നു. വേദന എന്നത് ഒരു മുന്നറിയിപ്പാണ്. അതിനെ കൃത്രിമമായി അടക്കിയാൽ രോഗശമനം ഉണ്ടാകുകയില്ല. പലരും ഈ ഭൂമിയിൽ യാന്ത്രികമായി ഓടുകയാണ്. തകർന്ന എല്ലുകളുമായി ഓടുമ്പോൾ ഒരിക്കൽ ജീവിതം തന്നെ തകരും എന്നറിയുക. അങ്ങനെ വരാതിരിക്കുവാൻ ദൈവം തന്നെ നമുക്ക് പല ഇടവേളകൾ നൽകും. ഒന്ന് വിശ്രമിച്ച് ശാന്തരാകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു നിർത്തും. ആ സമയങ്ങളിൽ നാം ഒരു മത്സരത്തിൽ ഏർപ്പെടരുത്. മറ്റുള്ളവരുടെ മുന്നേറ്റം കണ്ട് പതറരുത്. അന്നേരം നാം നമ്മുടെ സൗഖ്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കേണ്ടിയ സമയമാണ്. നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുന്ന ചില നോവുകൾ, നൊമ്പരങ്ങൾ നാം മനസ്സിലാക്കണം. ദൈവം തരുന്ന വേദനകൾ നാം തിരിച്ചറിയണം. വിശ്രമിക്കുവാനും തിരികെ വരുവാനും നാം സമയം അനുവദിക്കണം. ബാലശിക്ഷ നമ്മുടെ നന്മയ്ക്കാണ്. അത് നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്നതിനാൽ നൽകുന്നതാണ്. അത് നമ്മെ പിന്നിലാക്കുവാനോ തകർക്കുവാനോ അല്ല. അത് നമ്മെ പുതുതാക്കി കൂടുതൽ വേഗത നൽകുവാനാണ്. കഴിഞ്ഞുപോയ നാളുകളെക്കാളും കൂടുതൽ ശക്തിയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും ഓടുവാനും ദൈവം നൽകുന്ന ബ്രേക്കുകളെ ഭക്തിപൂർവം സ്വീകരിക്കുക. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ.